തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയുടെ നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തി. തിരുവമ്പാടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കറ്റിയാടാണ് സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും വരുന്നത്. പ്രവൃത്തി വിലയിരുത്താൻ MLAയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തി. ഈ വർഷം മെയ് മാസത്തോടെ പ്രവൃത്തി പൂർത്തിയാവുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. യാത്രാ ദുരിതം രൂക്ഷമായ മലയോര കുടിയേറ്റ നിവാസികളുടെ ചിരകാലാഭിലാഷമായ തിരുവമ്പാടി KSRTC സബ് ഡിപ്പോയുടെ നിർമ്മാണ പ്രവൃത്തിയാണ് അവസാന ഘട്ടത്തിലെത്തിയത്. തിരുവമ്പാടി ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കറ്റിയാടാണ് സബ് ഡിപ്പോയും ബസ് സ്റ്റേഷനും വരുന്നത്. 2.79 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടന്നു വരുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാർ ഏറ്റെടുത്തത്. ഈ വർഷം മെയ് മാസത്തോടെ പ്രവൃത്തി പൂർത്തിയാവുമെന്ന് ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പ്രവൃത്തി വിലയിരുത്താൻ MLAയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് സന്ദർശനവും നടത്തി. ആധുനിക രീതിയിലുള്ള സൗകര്യങ്ങളോടെ ടിക്കറ്റ് കൗണ്ടർ, യാത്രക്കാർക്കുള്ള വിശ്രമമുറി, AT ഓഫീസ്, ടോയ്ലറ്റ്, കോഫി ഷോപ്പ് എന്നിവയുടെ പ്രവൃത്തിയാണ് അവസാന ഘട്ടത്തിലെത്തിയത്. നമ്മുടെ KSRTC ഡിപ്പോയുടെ നിർമ്മാണം അതിവേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ നിർമ്മാണം പൂർത്തീകരിച്ച് പൂർണ്ണമായും നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. 2,79,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മുടെ നിലവിൽ KSRTC ഡിപ്പോ പരിമിതമായ സാഹചര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ ATO, അതുപോലെ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് താമസിക്കാനും വിശ്രമിക്കാനുമുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരു ടീ കൗണ്ടർ, അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനുള്ള ഏരിയ, അത്തരം കാര്യം വെയിറ്റിംഗ് ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, വിശാലമായൊരു വർക്ക്ഷോപ്പ്, ഇത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് നിർമ്മാണ പ്രവൃത്തികൾ മുന്നോട്ട് പോകുന്നത്. ഏപ്രിൽ മാസത്തോടു കൂടി നിർമ്മാണം പൂർത്തീകരിച്ച് നമുക്ക് ഡിപ്പോ തുറന്നു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞാൽ കൂടുതൽ ബസ് സർവീസുകൾ നമ്മുടെ ഈ മലയോര മേഖലയ്ക്ക് എത്തിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇവിടുത്തെ ഒരു പ്രദേശത്തിൻ്റെതായ പ്രത്യേകത, ചെളി നിറഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് അതിൻ്റേതായ ചില പ്രത്യേകത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് വേഗത്തിൽ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ചേർന്ന യോഗത്തിൻ്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. അതേസമയം ഡിപ്പോ പ്രവർത്തനം തുടങ്ങാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഡിപ്പോയിലേക്കുള്ള റോഡ്, വർക്ക്ഷോപ്പിലേക്കുള്ള റോഡ്, വൈദ്യുതി കണക്ഷൻ ഉൾപ്പെടെ ലഭ്യമാവാത്തതാണ് പ്രശ്നം. ഇതിനായി ഫണ്ട് അനുവദിക്കുമെന്നും MLA അറിയിച്ചു. ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന കക്കാടംപൊയിൽ, പൂവാറത്തോട്, മുത്തപ്പുംപുഴ തുടങ്ങിയ ഒട്ടേറെ പ്രദേശങ്ങളാണ് മലയോര മേഖലയിലുള്ളത്. മണിക്കൂറുകൾ ഇടവിട്ടാണ് പലയിടങ്ങളിലേക്കും ബസ്സുള്ളത്. സ്വകാര്യ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുകളിൽ എത്തിപ്പെടാൻ മലയോരവാസികൾ അനുഭവിക്കുന്ന ദുരിതം ചില്ലറയല്ല. കുടിയേറ്റ മേഖലയായതിനാൽ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ തെക്കൻ ജില്ലകളിലേക്ക് മലയോരത്തു നിന്നും നിത്യേന ഒട്ടേറെ യാത്രക്കാരും ഉണ്ട്. ആവശ്യത്തിന് ദീർഘദൂര ബസ്സുകളില്ലാത്തത് മൂലം പല വണ്ടികളും മാറിക്കയറേണ്ട അവസ്ഥയാണ്. ഡിപ്പോ യാഥാർത്ഥ്യമാവുന്നതോടെ കൂടുതൽ ദീർഘദൂര, ഹ്രസ്വദൂര ബസ്സുകൾ അനുവദിക്കുമെന്നത് വലിയ ആശ്വാസമാവും. നടപടി തുടങ്ങി 1.5 പതിറ്റാണ്ടായിട്ടും KSRTC സബ് ഡിപ്പോ അനിശ്ചിതത്വത്തിലായിരുന്നു. 2010 ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സബ് ഡിപ്പോയുടെ നിർമ്മാണത്തിന് 2016-2017 അന്നത്തെ MLA ജോർജൻ തോമസ് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 3 കോടി രൂപ അനുവദിച്ചെങ്കിലും നിർമ്മാണ നടപടികൾ സ്തംഭനാവസ്ഥയിലായിരുന്നു. സ്ഥലത്തിൻ്റെ തരംമാറ്റൽ, കൈമാറ്റം, കരാർ കമ്പനി പിൻവാങ്ങൽ എന്നീ കാരണങ്ങളാൽ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്നു. ഡിപ്പോ ആധാരത്തിൽ വയലായതിനാൽ സ്ഥലം തരം മാറ്റിയാൽ മാത്രമേ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കൂ എന്നതായിരുന്നു അവസ്ഥ. പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലം മറ്റൊരു വകുപ്പിന് കൈമാറാൻ പാടില്ലെന്ന ഓഡിറ്റ് ആക്ഷേപമായിരുന്നു സ്ഥലം കൈമാറ്റം പ്രതിസന്ധിയിലാക്കിയിരുന്നത്. സീമോയിൻകുട്ടി MLA ആയിരുന്നപ്പോൾ അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് നിലം മണ്ണിട്ട് നികത്തുകയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും ചെയ്തത്. 2018 സെപ്റ്റംബർ 21 അന്നത്തെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രനാണ് ശിലാസ്ഥാപനം നിർവഹിച്ചിരുന്നത്. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.